പിന്നെ വന്നില്ല. ഡാൻസ് കുട്ടൻ്റെ തലതൊട്ടമ്മ, അതായത് ഈ ഇരിക്കുന്ന അമ്മച്ചിയുടെ ആങ്ങളയുടെ വൈഫ്, പിന്നെ അതിൻ്റെ ഒരു കൊച്ച്. പിന്നെ അപ്പം ആളുകളൊക്കെ ചോദിക്കുവേ അതെന്താ ബിന്ദുവിൻ്റെ അമ്മാവനാണോ? ബിന്ദു സ്ലിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒപ്പം മാനസിന്റെ ബർത്ത്ഡേ വ്ളോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം. ബർത്ത്ഡേ വ്ളോഗിലെ കപ്പ ഇളക്കുന്ന ചേട്ടനെ കണ്ടുകൊണ്ട് നമുക്ക് വ്ളോഗ് അങ്ങോട്ട് ആരംഭിക്കാം. ഇന്നത്തെ ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കപ്പ പുഴുക്കും ബീഫ് കറിയുമാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ വലിയ സദ്യക്കൊക്കെ നിന്നിട്ട് പിടിക്കും പോലെയാണ് ഇവിടെ ഒരാള് പുഴുക്കളക്കണത്. ചുമ്മാ പറഞ്ഞ പണിയിലായിരുന്നു, എന്നെ അവിടെ വിളിച്ചു വെച്ചതാ. ശരിയാവുള്ളൂ തോന്നുന്നു. അതങ്ങനെ ഞാൻ പറയും. അപ്പം ഇനി നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാണ്ട്, പിന്നെ ഒരു ആൻസിൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ വരും എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതാ ഈ തുണിയില്ലാതെ നിന്നിട്ട് ഈ എന്തുവാ ബെല്ലി ഡാൻസ് അല്ലല്ലോ, ഐറ്റം ഡാൻസ് കളിക്കുന്ന കുട്ടിയാരെങ്കിലും. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബോയ്. ഇന്ന് ഫുട്ബോൾ തട്ടാൻ പാടില്ല, കഴുത്ത് മുതൽ വേർത്തിരിക്കുക. പോയി തുടയ്ക്കുക പുറമൊക്കെ വേർത്ത് കുളിച്ചിട്ട് വേർപ്പ് നാറും. നീ ദൈവത്തെ ഓർത്ത് ഇന്ന് ഇതുണ്ടാക്കി. ഇതെന്തുവാ ഇത്? കപ്പ ഇളക്കണ കൈ കൊണ്ടാണ് അരക്കൊട്ട കൊണ്ടാണ്. ചേട്ടൻ നിങ്ങളുടെ നിന്ന് അങ്ങ് തിരിവാണ്. ചേട്ടൻ നിൽക്കണ നിപ്പൊക്കെ നിങ്ങൾ കണ്ടോ? ആർക്കെങ്കിലും അല്ല. നിർത്തിയാക്കട്ടെ. ഇത് വീണ്ടും വേവിക്കുമ്പോ വെന്തോണ്ടിരിക്കും. വേണ്ട, ആ ചേട്ടൻ പറഞ്ഞാലേ ഞാൻ കഴിക്കുള്ളൂ. എങ്ങനെയുണ്ട് കപ്പപ്പുഴുക്ക? അരയൊക്കെ സൂപ്പർ. നല്ല ഉണങ്ങി വന്നല്ലേ, സൂപ്പറായിട്ട് ഉണങ്ങി വന്നു. ഞാന് അടുത്ത് പായസം ഉണ്ടാക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വാങ്ങാൻ മറന്നുപോയി. എടാ ആൻസേ, ഞാൻ സൈക്കിൾ എടുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വാങ്ങിച്ചോണ്ട് വരുമോ? 2 പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വാ. എവിടെന്നെങ്കിലും പോയി വാങ്ങാം. എത്ര ചേട്ടാ അതിന്? 20 രൂപയാണോ? 20 രൂപയുടെ 2 വാങ്ങിച്ചോ. എനിക്കൊരു സമ്മാനം ഇല്ലാതെ കേട്ടോ. എത്രയുണ്ട് നിന്റെ? ഓ, നീ ഭയങ്കര പണക്കാരാണോ? നിനക്ക് പൈസ തന്നേക്കാന്ന് എടുത്തോണ്ട് പോക്കോ. 100 രൂപ എടുത്തോണ്ട് പോക്കോ. ഇനി അങ്ങനെ എന്നാ 50 എടുത്തോണ്ട് പോക്കോടെ. 2 പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ഇറച്ചി? വെച്ചത് ടേസ്റ്റ് ഉണ്ടോ ചേട്ടാ? ഉണ്ടോ ചേട്ടാ? ടേസ്റ്റ് ഉണ്ടോ? എൻ്റെ വേവ് ആയി കാണുമായിരിക്കും. എനിക്ക് ഒത്തിരി വേവ് ഇഷ്ടമല്ലല്ലോ. 4 വിസിലാ. എടാ അത് പാക്കറ്റാടാ. പാക്കറ്റ് വാങ്ങിച്ച പായസം പാക്കറ്റ് പറഞ്ഞാൽ മതി. പായസത്തിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് സേമിയ മിക്സ് വാങ്ങിച്ചോണ്ട് വരുമോ? അതവനറിയാം, കാണുമ്പോൾ അറിയാമല്ലോ. എടുക്കുമ്പോൾ അവൻ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ കൊടുത്തു വിട്ട് മാറ്റിക്കും. അപ്പം ഞാൻ ഈ അടപ്പിനകത്തേക്ക് അതെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. സേമിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പായസവും ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് പണിയുണ്ടേ. കണ്ടത്തിൽ വളമൊക്കെ ഇട്ടു. അതിന് ശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ ഇവിടെ പടതയൊക്കെ കെട്ടാനുണ്ട്. നമ്മുടെ കോഴിയുടെ മഴയൊക്കെ ആയി. അപ്പോൾ അല്ല, നോർമൽ മുന്തിരിങ്ങ ഉണങ്ങണതല്ലേ ഇത്? അല്ല, ഉണങ്ങിയപ്പോൾ ഇങ്ങനെ
അല്ല സാധാരണ മുന്തിരിങ്ങ ഇല്ലടാ. ആ മുഖത്തേക്ക് തെറിക്കും ചേർക്കാം. അപ്പോൾ ഇവനെ പോലെയുള്ള ഒരു പോട്ടൻ ചേർക്കാം. നിനക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞ? എന്നതാ പാത്രം കൊണ്ട് നിൽക്കണേ? എന്താ ആ നെയ്യും പോയി. ഓക്കെ, മാറ് മാറ് മാറ്. ഇതൊന്ന് എടുത്ത് അതിലേക്കാണെന്ന് ഇട്ടോട്ടെ. അപ്പോൾ അതാ നമ്മുടെ പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാ തവണ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ കുറുകി പോവേ, പാല് പറ്റിപ്പോയി. ഇത്തവണ ഞാൻ അധികം പാലൊക്കെ എടുത്ത് നന്നായിട്ടൊക്കെ വേവിച്ച് സെറ്റ് ചെയ്താ ഉണ്ടാക്കി. പിച്ചോന്നേ ഞങ്ങൾ ചിച്ചൂല. ഞങ്ങൾ പൂച്ചാനെ കണ്ടാലേ ചിച്ചുള്ളൂ. ഇതേതാ കുഞ്ഞാവ? കുഞ്ഞാവ ഏതാ? ആ പിന്നെ വന്നില്ല. ഡാൻസ് കുട്ടൻ്റെ തലതൊട്ടമ്മ, അതായത് ഈ ഇരിക്കുന്ന അമ്മച്ചിയുടെ ആങ്ങളയുടെ വൈഫ്, പിന്നെ അതിൻ്റെ ഒരു കൊച്ച്. പിന്നെ അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുവേ അതെന്താ ബിന്ദുവിൻ്റെ അമ്മാവനാണോ തല തൊട്ടേന്ന്? അത് ജോജോ ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല ആളുകൾ വേണം, പ്രാർത്ഥനയുള്ളവർ വേണം, കള്ളൊന്നും കുടിക്കാത്തവർ വേണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോജോ ചേട്ടന് തന്നെ ഇഷ്ടപ്പെട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ പൗളി ആൻറ്റീനെയും ബാബു ചാച്ചനെയും തലതൊട്ടമ്മയും തലതൊട്ടപ്പനും അങ്ങ് ആക്കി അല്ലേടാ. എൻ്റെ കുഞ്ഞാവ, ഇത് ആൻറ്റിയുടെ മൂത്ത മോൻ്റെ പാവ. പിന്നെ ചാച്ചനെ കാണിച്ചു തരാം കേട്ടോ. ചാച്ചൻ അപ്പുറത്തേക്ക് പോയേക്കുക. പറയടാ, നീ പറ. നിന്റെ തലതൊട്ടമ്മ അത്. ആൻസ് കുട്ടൻ്റെ തലതൊട്ടപ്പനാണ് കേട്ടോ. അതാണൊരു താല്പര്യമൊന്നുമില്ലേ? പിടിച്ചോ പിച്ചോ പിച്ചോ. അപ്പം നമ്മൾ ആൻസ് കുട്ടൻ്റെ ബർത്ത്ഡേ കേക്കും ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റും ഒക്കെ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ആൻറ്റിയൊക്കെ വന്നു. അപ്പം ആൻറ്റിയുടെ ഇളയ മോൻ വെളിയിലായിരുന്നു. അപ്പം അവൻ വന്നിട്ടുണ്ട്. അവൻ തിരിച്ചു പോകാറായി. അപ്പം നമ്മുടെ വീട്ടിൽ വന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അവന് വീട് കൂടി കാണാനായിട്ട്, പിന്നെ അവന് ചേട്ടനെയും കണ്ടിട്ടുണ്ടായില്ല. അപ്പം ചേട്ടനെയും കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നത് ആൻസൂട്ടൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ആയത് ഒരു യാദൃശ്ചികമായി പോയിട്ടോ, അവൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ. അപ്പം അന്നിങ്ങനെ മാമോദിസ മുക്കുന്ന സമയമൊക്കെ പറഞ്ഞപ്പം ജോജോ ചേട്ടൻ പറഞ്ഞ് മദ്യപിക്കാത്ത, കള്ളൊന്നും കുടിക്കാത്ത, നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ദൈവവിശ്വാസമൊക്കെയുള്ള ആരെങ്കിലും വേണം ആൻസിന് തലതൊട്ടമ്മയും തലതൊട്ടപ്പനൊക്കെ ആകാനെന്നൊക്കെ. ആൻറ്റിയൊക്കെ ഭയങ്കര വിശ്വാസിയാണ്, ഭയങ്കര ദൈവവിശ്വാസിയൊക്കെ. അപ്പം അങ്ങനെയുള്ളവർ, അപ്പം പൗളി ആൻറ്റീനെയും ബാബു ചാച്ചനെയൊക്കെ ജോജോ ചേട്ടന് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ കത്തോലിക്കരും കൂടെ വേണമല്ലോ. എന്നെ കത്തോലിക്കയിലേക്ക് കെട്ടിച്ചോണ്ട് എൻ്റെ ആൾക്കാരെ മുഴുവൻ യാക്കോബായ. പക്ഷെ ആൻറ്റി ഒറ്റ മോളാണ്. അപ്പം അതുകൊണ്ട് ചാച്ചൻ ഇതത്ത് നിൽക്കുക, കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോവുക ചെയ്തേ. അപ്പം അവർ കത്തോലിക്കയിലേക്ക് പോയതുകൊണ്ട് അങ്ങനെ ഒരു കത്തോലിക്ക ഫാമിലിയും അതായതുകൊണ്ട് ജോജോ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം അങ്ങ് തീരുമാനിച്ചു എന്നേ ഉള്ളേ. അങ്ങനെ അൻസൂട്ടൻ്റെ തലതൊട്ടമ്മയും തലതൊട്ടപ്പനും ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ അവർ വന്നത്, അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കേണ്ടതൊന്നും വന്നില്ല, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അതും ഒരു സന്തോഷം. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കേക്ക് വാങ്ങിയില്ലായിരുന്നു. നമ്മൾ പണിയൊക്കെ തീർന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണിയൊക്കെ തീർന്നിട്ട് നമുക്ക് ഫോണിൽ പോയി കേക്ക് വാങ്ങണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആൻസിനെ സെൻറ്റ് ജോർജിനെ അടിമ വെച്ചിരിക്കുന്നതാണ് ജോജോ ചേട്ടൻ. അതായത് ആൻസ് ഉണ്ടായ സമയത്ത് കിഡ്നി പ്രോബ്ലം ഒക്കെ വന്നിട്ട്, എനിക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായി, സിസേറിയൻ ചെയ്തതും അപ്പം അടുത്ത് അത് ഭയങ്കര പ്രശ്നമായി. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി.
അപ്പം ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഒരുപാട് കഴിച്ച്, അതായത് പ്രസവമൊക്കെ കഴിഞ്ഞ് വന്ന 6-ാം ദിവസമാണ്, സിസേറിയൻ ആയിരുന്നു. അന്ന് മുതൽ ഞാൻ മുതലക്കോട് ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആൻറ്റിബയോട്ടിക് എല്ലാം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാലൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ പറയണം സിസേറിയനും ആയതുകൊണ്ടും എന്തുകൊണ്ടും എനിക്ക് പാലൊന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് കൊച്ചിന് അങ്ങ് എത്തിയില്ല. അപ്പോൾ ഈ ലാക്ടജൻ പോലുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്കങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം ചെല്ലാതെ വന്ന കിഡ്നി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ മാൻസും അഡ്മിറ്റായി. അപ്പോൾ കൊച്ചിനെ കിട്ടുമോ ഇല്ല എന്നൊക്കെ ഒരു സംശയമൊക്കെ വന്നു. അന്നേരം ജോജ ചേട്ടൻ മുതലക്കുളം പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ് അവന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ സെൻറ്റ് ജോർജിന് അടിമ വെച്ചേക്കാന്ന്. എല്ലാ വർഷവും അടിമ പൈസ 20 രൂപയോ 30 രൂപ എങ്ങാണ്ട് അത് നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് രസീത് വാങ്ങിയാൽ മാത്രം മതി. എന്നിട്ട് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ ഒന്നിലെ അരുവിത്ര പള്ളി അല്ലെങ്കിൽ മുതലക്കുളം പള്ളി, ഈ 2 പള്ളിയിലാണ് നമ്മൾ പൊതുവെ പോകാറുള്ളത്. ഇപ്പം പിന്നെ അരുവിത്തറയ്ക്ക് പോകാത്തത് കൊണ്ട് മുതലക്കുളം പള്ളി, ജോയച്ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അരുവിത്ര പള്ളിയിൽ കൊണ്ടു കൊടുക്കാന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ഇവിടെ മുതലക്കുളം പള്ളിയിൽ. അങ്ങനെ സെൻറ്റ് ജോർജിനാണ് അടിമ വെച്ചത്, ഇന്ന പള്ളിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഇന്ന് പള്ളിയിൽ കയറിയിട്ട് അടിമ പൈസയും കൊടുത്ത് പള്ളി കയറി തിരിയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സർപ്രൈസ് ഗിഫ്റ്റും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ കേക്കും വാങ്ങിച്ച് നമുക്ക് വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. അപ്പം വലിയ അങ്ങ് ആഘോഷമൊന്നുമില്ല. പിന്നെ ടീനേജ് ആയി ടീനേജിലേക്കൊക്കെ കടന്നു, പിന്നെ അങ്ങ് വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേടാ. ഓ ആയിക്കോട്ടെ കേട്ടോ, വിഷമായി. അപ്പൊ നമ്മള് പട്ടയംകോലയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു, കാര്യങ്ങൾ കപ്പയും ബീഫൊക്കെയാണ് ഉണ്ടാക്കിയത്. പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെ കേക്ക്, മാർബിൾ കേക്ക് പീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അപ്പം അതെല്ലാം കഴിച്ച് നമ്മളിപ്പം പള്ളിയിലേക്ക് നേരെ ഇനിയിപ്പം പള്ളിയിലേക്കാണ് പോകുന്നത്. പള്ളി കയറിയിട്ട് നമ്മൾ തൊടുപുഴ പോകണം, അവിടെ പോയി ഗിഫ്റ്റൊക്കെ വാങ്ങണം. ഗിഫ്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ആൻസിനെ കടയിലേക്ക് കൊണ്ടുപോകില്ല. ഗിഫ്റ്റൊക്കെ വാങ്ങി കഴിയുമ്പം നിന്നെ വിളിക്കാം. അപ്പം നീ വന്നാൽ മതി, നീ വണ്ടിയിലിരുന്നു. അപ്പം അങ്ങനെ ടെഡി വെയറൊന്നും വേണ്ടേ? നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ ആഗ്രഹം? എന്നാലും പറയടാവേ, എന്നാലും നിനക്ക് എന്നൊക്കെ ഇഷ്ടം? ഞാനിപ്പോഴും കൺഫ്യൂഷനാണ്, നിനക്ക് എന്ത് വാങ്ങൂന്ന് ഓർത്തിട്ട്. പറയടാ, നിനക്കെന്താ ഇഷ്ടം? നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ഒന്നുമില്ലേ? എന്നാ ഗിയർ സൈക്കിൾ അല്ലേ? അത് വേറെ. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലേ? അതിപ്പം ഞാനും ചേട്ടനും ഇപ്പൊ കൺഫ്യൂഷനായിട്ടിരിക്കണത്, എന്ത് വാങ്ങൂന്ന് ഓർത്തിട്ട്. സ്കൂളിലേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങി, ഇനി ബാഗ് കൂടി വാങ്ങാനുള്ളൂ. ബാഗ് ഏതായാലും ഇപ്പൊ വാങ്ങണില്ല, സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് പുതിയ മോഡലുകൾ കൊണ്ടുവരും, അന്നേരം വാങ്ങാന്ന് ഓർത്തു. പിന്നെ ബാഗൊക്കെ എടുക്കുമ്പോൾ ഇവന്റെ ഇഷ്ടത്തിൽ ഇവനും കൂടെ കൂടി വന്നിട്ട് എടുക്കുക നല്ലത്. അപ്പം അത് അങ്ങനെ വാങ്ങാൻ നിർത്തി. ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തത് ഇന്ന് ബർത്ത്ഡേ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ 3 ടീഷർട്ടും 2 പാൻസുമാണ് ആൻസിന് എടുത്തു കൊടുത്തത്. ആൻസ് തന്നെ സെലക്ട് ചെയ്തത്, നമ്മളെടുത്തൊന്നുമില്ല. പിന്നെ പാൻറ് ഒരെണ്ണം ഞാൻ പറഞ്ഞത് നോക്കി അവൻ എടുക്കുക ചെയ്തേ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിതാ പള്ളിയിൽ എത്താറായിട്ടുണ്ട്, നമുക്ക് പള്ളി കയറാം. അപ്പം അതെ, ആൻസൂട്ടൻ ബർത്ത്ഡേക്ക് മുതലക്കോടം പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നോക്കൂ, മഴക്കാറ് മൂടിക്കിടക്കുന്ന മുതലക്കോടം പള്ളി. നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിമ പൈസ, 30 രൂപയാണ്. നമ്മളത് കൊടുത്ത് റെസിപ്റ്റൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ പള്ളിയിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആൻസൂട്ടിന് ഗിഫ്റ്റ് എടുക്കാനായിട്ട് വന്നു കേട്ടോ. അയോണയിലാണ് വന്നത്. അയോണ ബാക്കിലേക്ക് നോക്കിക്കുക, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയത്. അപ്പം നമ്മുടെ ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. ഇവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തേക്ക് കറണ്ടൊക്കെ പോയായിരുന്നു, നമ്മൾ കടയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും. അപ്പം ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇതാ മാർക്ക് തല മാറ്റണം. അപ്പം ഇതാണ് അവിടെ ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേ കേക്ക്. റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പറഞ്ഞുണ്ടാക്കി വെച്ചൊന്നുമല്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന
ബ്രദേഴ്സ് കേക്ക് മുതലക്കോടം. അവിടെ ഉണ്ടായിരുന്നൊരു കേക്ക് നമ്മൾ പേരൊക്കെ എഴുതിച്ച് കൊണ്ടുവന്നതാണ്. പേരൊക്കെയല്ല, പേര് ഒക്കെ എഴുതിച്ച്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കിടന്നൊന്ന് ഉറങ്ങിയൊക്കെ പോയി. പിന്നെ കരണ്ട് വരും എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ആൻസിനെ കുത്തി എണീപ്പിച്ച CID കണ്ടോണ്ടിരിക്കുകയായിരുന്നു ചെക്കൻ. അപ്പൊ ആൻസിനെ കുത്തി എണീപ്പിച്ച് ബലൂണൊക്കെ വേർപ്പിച്ചാണ്. എനിക്ക് ബലൂണെ തൊടാൻ പേടിയാണ്, പൊട്ടിപ്പോയി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തിരിഞ്ഞ് നിൽക്കാം. ഞാനൊരു സർപ്രൈസ് വാങ്ങി രാവിലെ തന്നെ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാണ്. പക്ഷെ സർപ്രൈസ് തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ തിരിക്കരുത് കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ നിർത്താം. ആ വാ, ഇവിടെ നിന്നോ. അവനെ തിരിക്കാൻ നിൽക്കണം. നീ അങ്ങോട്ട് നോക്കി ആ ബലൂണിലേക്ക് നോക്കി ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം. തിരിഞ്ഞു നോക്കിക്കോടാ. എങ്ങനെയുണ്ട്? ഡയറി മിൽക്ക്, ഒരു കൂട്ടം ഡയറി മിൽക്കുകൾ ഇട്ടോടാ. നോക്കടാ, ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടടാ? എന്ത് ഇഷ്ടപ്പെട്ടു? ഒരു കേക്ക് കെട്ടണതിന് മുമ്പ് ഇതിങ്ങനെ വെക്കണം എന്നുണ്ടായിരുന്നു. കുറേ ഡയറി മിൽക്ക് ആൻസിന് വേണ്ട. ഇത് ആൻസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലയിലൊക്കെ വിതറാൻ വേണ്ടിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത്. എഴുന്നേൽക്കുമ്പോൾ കുറേ ഡയറി മിൽക്കിൻ്റെ നടുക്കുന്ന ആൻസ് എഴുന്നേറ്റ് വരുന്നു. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തു അവൻ എഴുന്നേറ്റ് വരുന്ന വഴിക്കിന് ഓരോ ഡയറി മിൽക്ക് ഇങ്ങനെ വെച്ച് അവസാനം ഇതല്ലാണ്ട് കൂടി ഡയറി മിൽക്ക് സിൽക്ക് ഇരിക്കുന്നതിലേക്ക് ഇവനെ നടത്തിക്കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ മഴ പെയ്തു എന്നും പറഞ്ഞ് കപ്പയ്ക്ക് വളയിടണമെന്നും പറഞ്ഞ് രാവിലെ എണീറ്റ് ഓടിയതുകൊണ്ട് പ്ലാനിങ് എല്ലാം തെറ്റി. അപ്പൊ ഞാൻ എന്താ വാങ്ങിയെന്ന് ചേട്ടനും കൂടെ അറിയില്ല. ചേട്ടൻ അറിയായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നോ? ചേട്ടൻ അറിയായിരുന്നോ? ഓർമ്മയില്ല. ഞാനിപ്പോ മൊത്തത്തിൽ കിളി പോയാ നടക്കണം. എനിക്ക് അതിനോട്. അപ്പൊ ദാ വിട്ടെ. അപ്പൊ ദാ ഇപ്പൊ മൊത്തത്തിൽ നോനോ ആയനെ. മാറ തൊടല്ലേ. ആ ഞെക്കല. അപ്പോൾ ഇത് എൻ്റെ വയസ്സാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇന്ന് കേക്ക് മുറിക്കുന്നതായിരിക്കും. ഇത് തിരിച്ചു വെച്ചാൽ ആൻസിൻ്റെ വയസ്സായി സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാ ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. ഇതാണ് കേട്ടോ ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. ഇതാ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതിടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ടു യു ഡിയർ ആൻസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. സൂപ്പർ. എൻ്റെ അല്ല ബർത്ത്ഡേ, അവൻ്റെ. അവിടെ ചാടിയുടെ ഓർമ്മ വരും. മേത്ത് കൊണ്ടിടല്ലേടാ. എൻ്റെ കയ്യിലൊട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങളിലൊന്നും ചിലപ്പോഴൊക്കെ പങ്കെടുക്കുള്ളൂ. അമ്മച്ചി പോയി കടന്നു ഗൈസ്. അമ്മച്ചിക്ക് എഴുന്നേറ്റിരിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞു അമ്മച്ചി നേരത്തെ പോയി കടന്നു. നല്ല ടേസ്റ്റ്. രണ്ടെണ്ണം തിന്നട്ടെ. എടാ നീ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തില്ലടാ, ഞാൻ കൊടുക്കൂടാ. കാരണം അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്ടാ എല്ലാവർക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കാം. മേത്ത് മുട്ടിക്കളാ. അപ്പം ഇത് അമ്മച്ചി ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മച്ചി ഇവിടെ ആകതയായിരിക്കുകയാണ് ഗായ്സ്. അമ്മച്ചി വെച്ച പോലെ അമ്മച്ചി എടാ അതിനെ ചാടിക്കല്ലേടാ. ടിഷ്യൂ എടുത്തോണ്ട് വാ. അപ്പൊ കേക്കെല്ലാം തൊട്ട് വെക്കാതെ കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ വ്യക്തിയായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഓർക്കുന്നുണ്ട്. ഇത് നമ്മൾ വാങ്ങിയിട്ട് കട വെച്ചിട്ട് വന്നു. ഇത് തിരിച്ചെടുക്കാനൊന്നും പോയില്ല. പിന്നെ ആ ചേച്ചി പൈസ കൂട്ടിയാന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. സാധനം എടുക്കുമ്പോഴേ സാധനം എടുത്ത് വെക്കണതാണ്. അപ്പൊ
ഇല്ല മോക്ക് തയ്ക്കില്ല. അപ്പൊ കേക്ക്, തൊപ്പി വെച്ച കേക്ക്, തൊപ്പി വെച്ച ആൻസിന് കേക്ക്. സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ കരണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ 5 മിനിറ്റ് വിശ്രമ ജീവിതം നയിക്കുന്നതായിരിക്കും. ഒരു ക്യാപ്പ് വാങ്ങിയിട്ട്, ഒരു ബർത്ത്ഡേ ക്യാപ്പ് വാങ്ങിയിട്ടാ തോന്നുന്നു. തലയിൽ മാനമര്യാദയ്ക്ക് വെക്കാനും പറ്റിയില്ല. നോക്കട്ടെ, എനിക്ക് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ആ കൊതിയൊക്കെ ഒന്ന് തീർക്കണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ ഫസ്റ്റ് ആന്ന് ചേട്ടന്റെ കമന്റ് വന്നു. ചേട്ടൻ എന്നെ കളിയാക്കി, ഞാൻ ചേട്ടനെ കളിയാക്കാൻ പോവാ. നിങ്ങളൊരു ഫോട്ടോ കണ്ടോട്ടോ. നിങ്ങളെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ച് മരിക്ക്. നിങ്ങൾ നോക്കിക്കോട്ടോ. നിങ്ങൾ നോക്കൊരു മനുഷ്യൻ നിൽക്കുന്ന നോക്കൂ. അത് നോക്കൂ സുഹൃത്തുക്കളെ, നാണിച്ച് നിൽക്കുന്നത് പോലെ. ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, എൻ്റെ നിഷ്കളങ്കമായ മുഖം. ഇപ്പം ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും രംഗത്ത് വരും കേട്ടോ. ചേട്ടൻ നിൽക്കണതിന് ഇപ്പം എന്നാ കുഴപ്പമിരിക്കണേ? ചേട്ടൻ പാവമല്ലേ? ചേട്ടൻ നിഷ്കളങ്കനല്ലേ? ഓ, അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പൂത്തിരി കത്തി. അതിനെന്നാ കുഴപ്പം? മുഖമൊക്കെ കുനിച്ച് പിടിച്ച് ചിരിച്ചോണ്ട് നിൽക്കണം. കുനിച്ച് പിടിച്ചിട്ട് അച്ഛനോടുള്ള ബഹുമാന പരിസരം നിന്നതായിരുന്നു. സ്റ്റാൻഡ് അച്ഛനോടുള്ളതായിരുന്നു ചേട്ടൻ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചടങ്ങിലേക്ക് പോവാണ്. ആൻസ് കുട്ടനെ ഗിഫ്റ്റ് കൊടുക്കുക എന്ന മഹത്തരമായ ചടങ്ങ്. അപ്പൊ പോടാ. അപ്പൊ ആൻസിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഇട്ടോണ്ടിരിക്കണം. ഒന്ന് നിന്നേടാ, ആ ബലൂണിന്റെ ചോട്ടിപ്പൊട്ടൊന്ന് നിന്നേടാ. എന്നാ അപ്പൊ ഈ നിൽക്കുന്നതാണ് ആൻസിന്റെ ഒരു ബർത്ത്ഡേ ഉടുപ്പ്. അപ്പൊ ബാക്കിയുള്ള ഉടുപ്പുകൾ കൊടുത്തുകൊണ്ട് ഞാൻ ആ മഹത്തായ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ആൻസൂട്ടന്റെ ഒരു ഉടുപ്പ്. ഇവൻ കുറച്ചു മുമ്പ് ഈ ഉടുപ്പൊന്ന് ഇട്ട് നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അടുത്തത് ഈ ഉടുപ്പിട്ടത്. അപ്പൊ ഈ 2 ഉടുപ്പും ആൻസിന്റെ സെലക്ഷൻ ആണ്. പിന്നെ മറക്കെ കേക്ക് മുട്ടിക്കല്ലോ ഒറ്റ ഉടുപ്പിലും. പിന്നെ ആൻസൂട്ടിന് അടുത്ത സമ്മാനം ഞാൻ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇവൻ കണ്ടതാ, ഇവൻ തന്നെ എടുത്തോണ്ട് വന്ന് സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് യെല്ലോ ആണ്. എനിക്കൊരു യെല്ലോ ചുരിദാറുണ്ട്. അപ്പം യെല്ലോ ഇടുമ്പോൾ ഇവൻ യെല്ലോ ഇടാനില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ അടുത്ത കൂടോടുകൂടി സമ്മാനിക്കുന്നതായിരിക്കും. എന്നാ കാണിച്ചാ വേഗം. ഇത് ആൻസിന്റെ വേറൊരു ഉടുപ്പാണ് കേട്ടോ. ഇത് ആൻസിന്റെ വേറൊരു ഉടുപ്പാണ്. ഇവന്റെ വാഴക്കാവയൊക്കെ ഇളകിയതുപോലെയൊക്കെ കണ്ടാൽ തോന്നും. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ ഒരു ഡിസൈനാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് ചായത്തിൽ മുക്കി ഇങ്ങനെ പൊക്കും. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ വരും. അതെന്തോ ഏറ്റിക്കാണേലും കാണാൻ. പിന്നെ എനിക്ക് അതിന് മാത്രം വണ്ണമൊന്നുമില്ല. എന്നെ നേരിട്ട് കണ്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയിൽ കാണുമ്പോഴേ ഒന്നും അല്ല, ഞാൻ സ്ലിം ബൂട്ടിയാണ്. പിന്നെ വേഗം എടുക്കണവേ. പിന്നെ ആൻസിന് ഞാൻ എടുത്തു കൊടുത്ത ഞാൻ പറഞ്ഞിട്ട് അവൻ എടുത്താണ് കേട്ടോ. ഇതെടുക്കടാന്ന് പറഞ്ഞിട്ട് എടുത്താണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങിയത് സീമാസ് വെഡിങ് കളക്ഷൻസ് തൊടുപുഴ. സമ്മാനം എടുത്തരാൻ പറഞ്ഞു. കുട്ടി സമ്മാനപ്പൊതി കൈകൊണ്ട് എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ചേട്ടൻ കൊടുത്തോളൂ, പിടിച്ചോളൂ. ഇനിയിപ്പം ഇത് എന്താണെന്നൊക്കെ കാണാനുള്ള ആകാംക്ഷയായിരിക്കും. അപ്പൊ അത് കാണാനായിട്ട് ആൻസ് കട്ടിലിൽ ഇരുന്ന് കാണുന്നതാണ്. അതിനൊക്കെ എനിക്ക് എന്തെങ്കിലും തരാണെങ്കിൽ തന്നോളൂ. അതല്ല, എനിക്ക് നീ വാങ്ങിച്ചു തന്നുണ്ടല്ലോ. ഇതൊക്കെ ചോദിച്ചൊക്കെ വാങ്ങണം സുഹൃത്തുക്കളെ. താങ്ക് യു. അപ്പം ആൻസ് എനിക്ക് വാങ്ങിച്ചു തന്നത്, കാശ് ആൻസ് കൊടുത്തു. ആൻസിന് പോക്കറ്റ് മണി ഒക്കെ ആയിട്ട് കിട്ടിയത് കാശ് ആൻസ് കൊടുത്തു. സാരി ഞാൻ സെലക്ട് ചെയ്തു. എന്നോട് പറഞ്ഞു സാരി എടുത്തോളം. ഞാൻ മുന്നും പിന്നെ നോക്കില്ല. എന്തായാലും വെച്ചാൽ നല്ല സാരി ഞാൻ എടുത്തു. അപ്പം ഇതാണ് എനിക്ക് ആൻസ് വാങ്ങിച്ചു തന്ന സാരി. ഒരു ഗോൾഡനോ, ഇത് എന്ത് കളറാ ചേട്ടാ? എന്തോ ഒരു ഗോൾഡൻ കളർ അല്ലേ? അതില് റെഡ് കളർ ഡിസൈൻ. ഈ സാൻഡലോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയാം. ഇപ്പം മുന്താണിയിൽ ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കാണാൻ. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ഉടുത്തോണ്ട് പോകാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഡെയിലി യൂസേജിന് കൊടുക്കാനും നല്ലതാണെന്ന് തോന്നണേ.
അപ്പോൾ ഇത് ഞാൻ ഒരു ആദ്യ കുർബാനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഒരു റെഡ് കളർ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇതിടാം. ഇതിൽ ബ്ലൗസ് പീസ് കാണുമായിരിക്കും. കാണാം. സിമ്പിൾ സാരി. താങ്ക് യു ആൻസ്. അപ്പം ആൻസിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നോക്കാം. അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കാണിക്കണം. ഇത് 275 രൂപയുടെ ഒരു ബൈക്കാണ് കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പം ആൻസിനെ നമ്മൾ കാറിൽ ഇരുത്തിയിട്ടാണ് പോയത്. നമ്മൾ എന്ത് ഗിഫ്റ്റാണ് വാങ്ങണേന്ന് അവൻ കാണണ്ടല്ലോ എന്ന് കരുതി ആൻസിനെ നമ്മൾ കാറിൽ ഇരുത്തി. എന്നിട്ടാണ് ഞാനും ചേട്ടനും കൂടെ പോയിട്ടാണ് വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പം ആൻസിൻ്റെ കയ്യിലൊരു ഫോൺ, ചേട്ടൻ്റെ ഫോൺ ആൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് നമ്മൾ കടയിലേക്ക് പോയത്. തൊടുപുഴ അയോണ ഫാൻസി ഷോപ്പിലാണ് പോയത്. സ്റ്റാൻഡിൻ്റെ തൊട്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ട് താഴെ. അപ്പം നമ്മൾ ഗിഫ്റ്റ് വാങ്ങി പൊതിഞ്ഞ് കഴിഞ്ഞപ്പം ആൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻസ് ഓടിക്കയറി വന്നു. കാരണം അവൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കൂടി എനിക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആൻസ് വന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. വൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓടിക്കാം. പിന്നെ ഈ സ്റ്റാൻഡുണ്ട് ഇവിടെ. സ്റ്റാൻഡ് ഒടിച്ച് കളഞ്ഞിട്ട് നോർമൽ ബൈക്കായിട്ടൊക്കെ ഓടിക്കണം എന്നാണ് പറഞ്ഞു. ഓടിച്ച് കളയുമ്പോൾ ഇതെങ്ങാനും പോയാ. അപ്പോൾ വിവരം അറിയാം ചക്കൻ. ഓക്കെ. അപ്പോൾ ആൻസിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ മാറ്റി കൊടുക്കുക. എന്താണെങ്കിലും ഉപയോഗമുള്ള കാര്യമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വാ, എന്ത് പാടുപെട്ടാടാ അത് പൊതിഞ്ഞത്. അതിപ്പോൾ കണ്ടാൻ തുണ്ടമായിട്ട് നീ എന്നാടാ ഒരു മയത്തിലൊക്കെടാ. അപ്പോൾ ഇത് ഈ 1ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കളർ ചെയ്യുന്നതാണ്. പ്രായം കൊണ്ട് 14 വയസ്സാണെങ്കിൽ സ്വഭാവം കൊണ്ട് 4 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പം അപ്പം അത് ഒന്നോടെ ഇരുന്ന് ചെയ്തോ. ഇനി 1 മാസത്തോടെ ഉണ്ടല്ലോ. ഇത് മൊത്തം കളർ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സമ്മാനം വാങ്ങിച്ചു തരുന്നതായിരിക്കും. അതെന്നാന്ന് നീ നോക്കണം. ഇതെന്നാ എന്ന് പറയുന്നത്. അത് വലിയൊരു കാറ്. നീ അല്ലേ പറഞ്ഞ കാറ് വേണമെന്നാ. ചേട്ടൻ്റെ ഇരിപ്പ് നോക്കിക്ക്. ചേട്ടൻ ഇരുന്നിട്ട് എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ചേട്ടൻ കിള്ളി പൊളിക്കുമെന്ന് പറഞ്ഞു. ഒരു കത്രയൊക്കെ ആയിട്ട് വേണ്ടായിരുന്നോളാ വന്നിരിക്കാൻ. എന്തായിരിക്കും സുഹൃത്തുക്കളെ അതിനകത്ത്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന ആൻസിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അത് പൊട്ടിക്കാതെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള അങ്ങനെ ഒരു മഹേന്ദ്ര ജാലമൊക്കെ ഉണ്ടാവുമോ എന്നറിയാനായിരുന്നു. എന്തുവാണോ അത്? ബ്ലോക്കോ? എന്ത് ബ്ലോക്ക്? സ്കൂട്ടറോ? ഇതെന്തുവാ ഇതാ ഈ പൊങ്ങിക്കണേ? ഓ, നമ്മളെക്കാളൊക്കെ അപ് ടു ഡേറ്റ് ആണ് കേട്ടോ ചേട്ടാ. ഇതെങ്ങനെയാ പ്രവർത്തിക്കണേന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നേ. കാണിക്കണം, എല്ലാവരും ഒന്ന് കാണിച്ച് തിരിച്ച് കാണിച്ചു കൊടുക്കടാ. അപ്പൊ ആൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ലാമ്പാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ ഒരു അലാറം കൂടിയുണ്ട്. കാരണം ഇവനെ എഴുന്നേൽപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. അപ്പൊ ഇനി എന്നും രാവിലെ 4 മണിക്ക് ഞാൻ അലാറം വെച്ച് അവന്റെ ചെവിക്ക് അടുത്ത് കൊണ്ട് വെച്ചേക്കും. അടിച്ചോണ്ടേ ഇരിക്കും. 7 മണിയോ? പോടാ അവിടുന്ന്. നീ ഹൈസ്കൂളിൽ കയറി. ഇനി അതല്ല, നീ 7 മണി 6 മണിയൊന്നും അല്ല, 4 മണിക്ക് എഴുന്നേറ്റ് വായിച്ച് പഠിക്കണം. ഇത് തിരിച്ച് ഇപ്പൊ തന്നെ അത് ഓടിച്ച് കളയില്ല. അതിന്റെ ഉള്ളിൽ കൂടെ വയറ് പോയേക്കണതാ. അപ്പൊ എങ്ങനെയുണ്ടാ? നീ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു സാധനം കിട്ടൂന്നാ? പ്രതീക്ഷിച്ചിരുന്നാടാ? ഇനി അടുത്തത് അതെന്നാടാ? നിനക്ക് ഉപയോഗമുള്ളതാണോ? അപ്പൊ സ്റ്റഡി ടേബിളിൽ വെക്കാനായിട്ട് നല്ലൊരു പെൻ സ്റ്റാൻഡ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എന്തുവാ? കപ്പ്. എന്ത് കപ്പ്? ബർത്ത്ഡേ കപ്പ്. അപ്പൊ കാണിക്കടാ. എടാ അതെടുത്ത് കാണിക്കാമല്ലോ. എഴുതിയിരിക്കുന്നൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഞാനതൊക്കെ ഒത്തിരി നോക്കിയിട്ടൊക്കെ എടുത്തത്. നീ ഒന്ന് വായിച്ചു നോക്കിക്കേ. A birthday is a time for celebration, for smiling at some happy memories, for sharing laughter and joys. സന്തോഷമായോ? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയാലോ? സന്തോഷം മുഖത്ത് കാണാനില്ലല്ലോ. നീ എന്നോട് ഇങ്ങനെ ഒരു ബുക്ക് ചോദിച്ചില്ലായിരുന്നോ? കളർ ചെയ്യാനാണ്. ഇപ്പൊ നീ ഇപ്പൊ നിലവിലിരുന്ന് കളർ ചെയ്തോ. പിന്നെ അതെന്തുവാടാ? കെച്ച് പേന. ഇവൻ ചെറുപ്പത്തിൽ പറഞ്ഞ കാണിക്കണ. ഇവനെ ചെറുപ്പത്തിലേ ഇവനൊരു 3-3.5 വയസ്സുള്ളപ്പോൾ പറയുക കേട്ടോ,
ഒരു കല്യാണം കഴിച്ചായിരുന്നു ഈ കെച്ചുവേന കിട്ടിയേനെ സ്ത്രീധനായിട്ട്. 3.5 വയസ്സാണ്. അടുത്തത് അതെന്തുവാടാ? ഡയമണ്ട് പെൻസില്. ഡയമണ്ട് പെൻസിലോ? ആ ഈ വർഷത്തേക്ക് പേന മേടിക്കണ്ട. ആ പേന. അതെന്തുവാടാ? പെൻസില്. കാണിക്കാനിസേ, എല്ലാവരും കാണിച്ചു കൊടുക്ക. ഓക്കെ. പിന്നെ കുറേ പേന. പിന്നെ റൈസർ. പിന്നെ അതെന്താ റൈസറാ? ഇമോജിയുടെ ചാർജർ. പിന്നെ ജോമെട്രി ബോക്സ്. ജോമെട്രി ബോക്സ് ക്യാമലിൻ്റെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻസിന് വേണ്ടിയിട്ട് വാങ്ങിയത്. ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ കുറേ പാവയും കൂർക്കയൊക്കെ വാങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല. ഇവനെന്തെങ്കിലും കൂർക്ക. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള അത് ജോമെട്രി ബോക്സിൻ്റെ ഉള്ളൊന്ന് കാണിച്ചാൽ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഉണരും. വാ, ഇതിനകത്ത് പേനയൊക്കെയോ? പേനയല്ല, പെൻസിലാ. പെൻസിലാ? അപ്പം ഇതും പെൻസിലാണല്ലോ. ഓ, ഇത് ഭയങ്കര സെറ്റപ്പാ. ഇത് ഇതിനകത്ത് കയറ്റി വിടാണല്ലേ? ആ, അത് ഇറക്കി വിടലാടാ, തിരിച്ച് കയറ്റി വിടറാ. ആ, എനിക്കറിഞ്ഞൂടായിരുന്നു. ഓ, നമ്മൾ പിന്നെ ഷോപ്പ് മുതലാളി ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇത് ഒരു പെൻസില്, വേറൊരു പെൻസില്, ക്യാമലിൻ്റെ തന്നെ ഒരു ഇത്. പിന്നെ പണ്ടൊക്കെ ഇതൊക്കെ ഇരുമ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ ബാക്കിയുള്ള പ്രൊട്രാക്ടറും ഡിവൈഡറും ഒക്കെ. അപ്പോൾ ആൻസിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 9 ബർത്ത്ഡേ സെലിബ്രേഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതെന്തുവാടാ പോയെ? നിന്റെ ബൈക്കൊക്കെ തെറിച്ച് പോയ? ട്രഷർ ഫണ്ടോ? ആ, ഇവൻ എന്താ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്തോന്ന് ആർക്കറിയാം. എവിടെടാ? ഇവൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. WM വാഷിംഗ് മെഷീൻ ആണോ? അയ്യേ, അവൻ ചമ്മി. അവൻ തന്നെ പറഞ്ഞു. അതെന്നത്തിന്, അത് നീ എടുത്തോ. മെഷീനിൻ്റെ അടിയിലെന്തോ ഉണ്ടല്ലോ. ഫ്ലവർ വേസ്. ഏത് ഫ്ലവർ വേസ്? ഇവിടെ കുറേ ഫ്ലവർ വേസ് ഉണ്ട്. ആ, കണ്ട്. എടാ, ഇതൊന്ന് പൊക്കി എടുത്തു തരാം അവിടെ, അല്ലേ ഇത് പൊട്ടും. മെയിൻ ലൈറ്റ്. മെയിൻ ലൈറ്റ് എന്ന് ഉദ്ദേശിച്ച മെയിൻ സ്വിച്ചാണ്. നിന്നോടാരാ പറഞ്ഞേ? ഇതൊന്നും കണ്ടതേ ഇല്ല കേട്ടോ. കൃഷ്ണനോ? ഓ, കൃഷ്ണനാണോ ഗിഫ്റ്റ് തരാൻ പോണേ? കൃഷ്ണനുണ്ട്, കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. സ്കൂൾ ബുക്ക്. ഇതല്ലേടാ സ്കൂൾ ബുക്കാ? സ്കൂൾ ബുക്കിനകത്താണോ? ആണോ? അതെന്നാ പരിപാടിയാണോ? ഞാൻ കണ്ടില്ല. എന്താന്നടാ? ഇതാ. എടാ കള്ള, ഞാൻ നോക്കണത് പേപ്പറാ. ഞാൻ നോക്കിയത് പേപ്പറായി. പൊതിയൊന്നും കണ്ടില്ല. ഇത് ആൻസർ. ഇത് എപ്പോഴാ വാങ്ങിയ? പകല വാങ്ങിയ. പഴംപൊരി വാങ്ങാൻ പോയപ്പോ പോലെ. അയ്യോടാ, 2 ഡയറി മിൽക്ക് സിൽക്ക് എനിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതാ. ഞാൻ ആരായി? അത് ഫ്രിഡ്ജിൽ വെക്കാം. പപ്പയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച അവൻ അന്തസ്സായിട്ട് 2 ഡയറി മിൽക്ക് വാങ്ങിച്ച. നിന്റെ പൈസ കൊണ്ടാണോ നീ വാങ്ങിയേ? പപ്പയ്ക്ക് എന്തായാലും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവന് വിഷമായിരുന്നു. ഉള്ള കാശിന് മൊത്തം ഞാൻ സാരി വാങ്ങിച്ചു. അപ്പോൾ ഇതാ ഡയറി മിൽക്ക്. അപ്പോൾ എൻ്റെ ഡയറി മിൽക്കിൻ്റെ മേളമായി ഇവിടെ കുറേ ആയി. എനിക്ക് ഡയറി മിൽക്ക് ഇഷ്ടമാണെന്ന് ഇവന് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം ഇനി എനിക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവ് മാറിക്കിട്ടും. ഇപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പുറം കടിക്കണം.
ഒന്ന് വേഗം പുല്ലുവാന്തി അവനെ പറയുന്നുണ്ട്. ആൾക്കാർ കേൾക്കുമ്പോൾ എനിക്ക് നാണക്കേട് വരില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മച്ചി ഇരുന്ന് ചിരിക്കുന്ന എന്നെ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല. പുല്ലുവാന്തി കൊണ്ട് അമ്മച്ചി മതിലാണ്. അമ്മച്ചിക്ക് മതിലാ വീക്ക്നെസ് ഗൈസ്. പണ്ട് ഞാൻ അങ്ങനെ തന്നെ, മഴകൊള്ള കാലവും അങ്ങനെ തന്നെ. പണ്ട് ഞാൻ അങ്ങനെ തന്നെ മതിലൊക്കെ ചാടും. പിന്നെയും ഞാൻ അങ്ങനെ തന്നെ. അമ്മച്ചി മതിൽ ചാടും, കിണറ്റിലിറങ്ങും, മരത്തിൽ കയറും. അമ്മച്ചി എന്തും ചെയ്യും. അമ്മച്ചിയാണ് താരം, ദ വേൾഡ് വൈഡ് വുമൺ. അപ്പം നമ്മൾ 10-40 മിനിറ്റിന്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിവിടെ വീഡിയോ വാങ്ങിച്ച് പോയിട്ട് വീണ്ടും വിശേഷം ഡാൻസ് കൂടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും പുതിയ വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.